പിന്നെ രാഹുലിനോട് ഒന്നെങ്കിൽ നല്ല ലൈവ് ഇടുമ്പോ നല്ലതായിട്ടുണ്ട്. ഇച്ചിരി ഒന്നും ഇതായ ആരും നിൽക്കൂല. ഞാനും പറഞ്ഞത് നല്ലതായിട്ട് ഇട എങ്കിൽ മാത്രമേ ആള് നിൽക്കൂ. എവിടാ അത് ഇങ്ങനെ അങ്ങ് നിൽക്കുവോ? ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും അത് അവിടെ നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? റേഞ്ച് ഇല്ല ചേച്ചി, ട്രെയിൻ പോകുമ്പോൾ റേഞ്ച് കാണത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെ നമ്മളെന്തോ പറയാൻ. പ്രകാശേട്ട പോയോ? ആദ്യം ആ ഫോൺ ഓഫായെന്ന്. ഫോൺ ഓഫായതിന്റെ അല്ല ബ്രോയെ പറഞ്ഞത്, റേഞ്ച് ഇല്ല അവിടെ, ഒട്ടും റേഞ്ച് ഇല്ല. ചേച്ചി സവാള മുറിക്കുക, ഇനി സ്റ്റോറി ഇട്ടാൽ എന്താ? സവാള അല്ലട, ചേന, നല്ല ചൊറിയുന്ന ചേന. അതുകൊണ്ടാ ചേച്ചി. അവൻ അത് സ്റ്റില്ലായി അഭിനയിക്കുന്നതാണെങ്കിലോ അവൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉണ്ടുണ്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. എന്താ ചെയ്യാനാ എന്റെ പ്രകാശേട്ടാ, പുള്ളിക്കാരൻ അങ്ങ് ഇമോഷണലാണ്. നമ്മൾ എന്തേലും ഒന്ന് പറയുന്നതിന് തന്നെ എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആരും മിണ്ടൂല, എന്നോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാ പറയുന്നത്. പിന്നെ നമ്മൾ എന്തോ പറയാന്? എല്ലാരും കൂടെ എന്നെ വാരുന്നു. വാരും ഒന്നും അല്ല ബ്രോയെ, നമ്മളൊക്കെ തമാശ പറയുന്നല്ലേ, തമാശയാണ് ബ്രോയെ, അതൊന്നും കാര്യമല്ല. നിന്നെ വാരി പാളത്തില് കണ്ടോ, നമ്മളെ വേണ്ട എന്ത് പറഞ്ഞാലും പറയുന്ന ഒരൊറ്റ ആൻസർ ഇതേ ഉള്ളു, നമ്മളെ വേണ്ട. വേണ്ടാഞ്ഞിട്ടല്ലേ ഇത്ര കാര്യമായിട്ട് കാര്യം പറയുന്നത് അല്ലേ? നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇതിൽ കൂടെ പല ട്രെയിനുകളും ലൈവായി പോയിട്ടുണ്ട്. അതാണ് ഇന്നെങ്ങാനും ഫുഡ് റെഡിയാവും. ആവും ചേച്ചി പോയില്ലായിരുന്നു. ഞാനൊന്ന് ചോദിച്ചു, ചേച്ചി പോയോ? ആവും ചേച്ചി, ഇത് റെഡിയായി. ഇതിപ്പോ ഇനി അടുപ്പിലോട്ടൊക്കെ വെച്ചാൽ മതി. പിന്നെ കറി മറ്റേതുണ്ടല്ലോ, മറ്റേ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, റെഡിയാക്കി. മെഴുക്കുവരട്ടി അങ്ങ് റെഡിയായാൽ മതി. ചോറും വെന്ത്. എന്റെ പണി ഇങ്ങനെ. ചേട്ടൻ 1:15 ആകുമ്പോഴത്തേന് കഴിക്കാൻ പറ്റും, 1:30 ആകുമ്പോഴത്തേന് കഴിക്കും. കഴിഞ്ഞ് ചേന അരിഞ്ഞ് കഴിഞ്ഞ്. എന്റെ കൈ എന്ന് ചൊറിയുവോന്നൊരു പേടി. ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് റെഡിയാവും. കണ്ണൂർ ഈസ് ആൾവേസ് ഹോട്ട്. ആഹാ, തണുപ്പ് വേണേ ഞാൻ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അയച്ചു തരാം. കുളിക്കണമെന്ന്. ഇനിയിപ്പോ നാട്ടിലൊക്കെ വെള്ളത്തിന് പ്രശ്നമല്ലേ, ഇനിയിപ്പോ വെള്ളത്തിന് പ്രശ്നമാവുമല്ലോ. ഇവിടെ അത് തന്നെ, ഇനി ചൂടാകുമ്പോ വെള്ളത്തിന് പ്രശ്നം. അത് കഴിഞ്ഞു. ഇനി തേങ്ങാ തിരുമണം, തക്കാളിക്ക് എടുക്കണം. സമയം എന്നായ നോക്കട്ടെ, 12:30. പിന്നെ അടിപൊളിയായിട്ട് റെഡി ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. സമയം ഇഷ്ടം പോലുണ്ട് നമ്മുടെ കയ്യിൽ. കുളിച്ച ചൊറിയില്ലെന്ന് അതല്ല ഉദ്ദേശിച്ച, ചേന കയ്യിലെടുത്തു, അത് ചൊറിയോന്നാ പറഞ്ഞത്. ഒന്ന് എടുത്തു നോക്കാവോ, അപ്പൊ അറിയാം. രാഹുൽ പോയി കുളിക്കാ, നാടിയിട്ട് വയ്യാതെ. ഞാൻ കുറെ ചേന കണ്ടതാണ്. പ്രകാശേട്ടൻ പറഞ്ഞ കേട്ടോ, പോയി കുളിച്ചിട്ട് വരാം. ചേട്ടാ, രാഹുല് പറഞ്ഞത് എന്നോടാ, അതറിയത്തില്ലേ? എന്റെ അടുത്താ പറഞ്ഞത് കുളിക്കണമെന്ന്, കുളിച്ചാ ചൊറിയത്തില്ല. ചേന എടുത്തന്റെ കാര്യം പറഞ്ഞു, ചേന എടുത്തന്റെ കാര്യം പറഞ്ഞതാ.